ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, ക്രീമി ലെയർ, യൂറോപ്യൻ കമ്മീഷൻ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ചാണ്. ഈ സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കാരണം, ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി പെടുന്നവരെ സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ വേർഡിക്റ്റ് ഇന്നലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബേസിക്കലി ഇന്ത്യയിൽ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് 1992 ഇന്ദിരാ സാവനെ കേസിന് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിലും അതുപോലെ തന്നെ ഹിന്ദുവിലൊക്കെ ഒരുപാട് വാർത്തകളും അനാലിസിസുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി 2004 സുപ്രീം കോടതിയുടെ മറ്റൊരു 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അല്ലെങ്കിൽ ഒരു 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ ഒരു വേർഡിക്റ്റ് ഉണ്ടായിരുന്നു. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോമോജിനസ് ആയിട്ടുള്ള ഗ്രൂപ്പാണെന്നും അവരെ സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ OBC യുടെ ഒക്കെ റിസർവേഷൻ നോക്കുകയാണെങ്കിൽ OBCക്കുള്ള 27% റിസർവേഷനകത്ത് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റികൾക്കായിട്ട് അതിനകത്ത് സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർവേഷൻ ഉണ്ട്. ഇപ്പോൾ ഓരോ വിഭാഗത്തിൽ പെടുന്ന OBCകൾക്ക് ഇത്ര ശതമാനം പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഇപ്പം നിലവിൽ ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ 15% റിസർവേഷൻ ഉള്ളത്. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 15% ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് മുഴുവനായിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന ഈ ക്ലാസ്സുകൾക്ക് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് 2004 സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ള ഒരു EV ചിന്മയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന കേസുണ്ട്. അപ്പോൾ ഈ ചിന്നയ്യ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബേസിക്കലി 2004 സുപ്രീം കോടതി വിധിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ വേർഡിക്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന വിധിക്കകത്ത് സുപ്രീം കോടതി വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും ആ സബ് ക്ലാസിഫിക്കേഷൻ ഒരു റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് എംപിരിക്കൽ ആയിട്ടുള്ള എവിഡൻസസിന്റെ ബേസിസിലായിരിക്കണം ഈ സബ് ക്ലാസിഫിക്കേഷൻ. അതായത് ബേസിക്കലി ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തുള്ള എല്ലാ ആളുകളും അത് ഒരു ഹോമോജിനസ് ആയിട്ടുള്ള ഗ്രൂപ്പ് അല്ലാന്നും അതിനകത്ത് വളരെ വീക്കർ ആയിട്ടുള്ള വിഭാഗങ്ങളുണ്ടെന്നും അപ്പോൾ അവർ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ സബ് ക്ലാസിഫിക്കേഷൻ ആവശ്യമാണെന്നും പറയുന്നത്. പക്ഷേ അതേസമയം ഈ സബ് ക്ലാസിഫിക്കേഷൻ ഒരിക്കലും ഒരു സബ് കാറ്റഗറൈസേഷൻ ആവരുത്, അല്ലെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുതെന്ന് ഈ ജഡ്ജ്മെന്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സബ് ക്ലാസിഫിക്കേഷൻ ഇനി തൊട്ട് ഗവൺമെന്റുകൾക്ക് ഇത്തരത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും ആ ഡിസിഷൻ, ഈ സബ് ക്ലാസിഫിക്കേഷൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന ഒരു 7 അംഗ ബെഞ്ചാണ് ഈ വിധി പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് 4 പേര് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിലവിൽ OBCകൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടും ഒരു ക്രീമി ലെയർ പരിധി നിർണ്ണയിക്കണം എന്ന് പറയുന്നുണ്ട്. ക്രീമി ലെയർ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ആ റിസർവ്ഡ് കമ്മ്യൂണിറ്റി പെടുന്ന സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് റിസർവേഷന്റെ ആനുകൂല്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ റിസർവ്ഡ് കമ്മ്യൂണിറ്റി പെടുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ലെവല് ഇൻകം നമ്മൾ ഫിക്സ് ചെയ്യും, അതിന്റെ താഴെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രം റിസർവേഷന്റെ ബെനിഫിറ്റ് കൊടുക്കുക. കാരണം അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിന്റെ ബെനിഫിറ്റ് കിട്ടി ലൈഫ് ഇംപ്രൂവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഇംപ്രൂവ് ആയിട്ടുള്ള ആളുകൾ പിന്നെയും ഈ റിസർവേഷന്റെ ബെനിഫിറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കും. ബാക്ക്വേർഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് OBC കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നിലവിലൊരു ക്രീമി ലെയർ ഉണ്ട്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ക്രീമി ലെയർ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡെഫിനിഷനോ കാര്യങ്ങളൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ബേസിക്കലി അത് ഗവൺമെന്റുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനകത്തും സബ് ക്ലാസിഫിക്കേഷൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ക്രീമി ലെയർ കൊണ്ടുവരാൻ ഗവൺമെന്റുകൾക്ക് ഇനി പറ്റും എന്ന് മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ട് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്ത് സബ് ക്ലാസിഫിക്കേഷൻ വേണം? ഇത് ആക്ച്വലി ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കാരണം ഈ ഒരു സബ് ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി വന്നതിന് ശേഷം കുറേ ആളുകൾ ഇതിനെ അനുകൂലിച്ചും കുറേ ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്തുകൊണ്ടൊരു ആവശ്യമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തും ഷെഡ്യൂൾഡ് ട്രൈബിനകത്തുള്ള സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസിനെ അഡ്രസ്സ് ചെയ്യാൻ ഇത് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സുപ്രീം കോടതി വിധിക്കകത്തൊക്കെ പറഞ്ഞതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോമോജിനസ് ഗ്രൂപ്പ് അല്ല. അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ലെവൽസിലുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വളരെ വീക്കർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബെറ്റർ ഓഫ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ വീക്കർ ആയിട്ടുള്ള ആളുകൾ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ഈ സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ് നമുക്ക് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സബ് ക്ലാസിഫിക്കേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ സ്ക്യൂഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ള റിസർവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തുള്ള ചില കമ്മ്യൂണിറ്റികൾക്കാണ് ഈ റിസർവേഷൻ്റെ ബെനിഫിറ്റിൻ്റെ വലിയൊരു ശതമാനവും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷനകത്ത് മാറ്റിയിട്ട് ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരാൻ പറ്റും.
അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ് ഇതിലൂടെ സാധിക്കും. റെപ്രസെൻറ്റേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പെസിഫിക് നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ പോളിസീസ് ഗവൺമെന്റിന് കുറച്ചും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഇതിന്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കകത്തുള്ള കാറ്റഗറീസിനെ അല്ലെങ്കിൽ അതിനകത്തുള്ള ഡിഫറെൻറ്റ് വിഭാഗങ്ങളുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ എക്കണോമിക്കലായിട്ടുള്ള എഡ്യൂക്കേഷണലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള ബാക്ക്വേർഡ്നെസ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റ അവൈലബിൾ അല്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ ബേസിക്കലി ഒരു ഐഡന്റിഫിക്കേഷൻ കോംപ്ലക്സിറ്റി അവിടെ നിലവിലുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഫോർ ഇന്റർ കമ്മ്യൂണിറ്റി സ്ട്രൈഫ്, അതായത് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തുള്ള കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഇത് കാരണം ഒരു ഡിവിഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് ചില ആളുകൾക്ക് ഇപ്പോൾ നിലവിൽ ഈ റിസർവേഷൻ്റെ ആനുകൂല്യം വലിയ രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റീസിന് ഇനി തൊട്ടത് കിട്ടില്ല. കാരണം അത് ഈ സബ് കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ സബ് ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾക്ക് ഡിഫറെൻറ്റ് റിസർവേഷൻ പെർസെൻറ്റേജ് കിട്ടുന്ന അവസ്ഥ വരും. അപ്പോൾ ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്ത് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ചസ് വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീഗൽ ആംബിഗ്യൂറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരിക്കലും ഈ ഒരു വിധി ഫൈനൽ ആണെന്ന് വിചാരിക്കരുത്. കാരണം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് റിവ്യൂ പെറ്റീഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഇനിയും ഇതിന് പിന്നാലെ വരുമെന്ന് മനസ്സിലാക്കുക. എസ്പെഷ്യലി ഇപ്പോൾ ഈ ക്രീമി ലെയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ക്രീമി ലെയർ OBCക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് പോലത്തെ ക്രീമി ലെയർ ആയിരിക്കരുത് SC/STക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആംബിഗ്യൂറ്റി ഇപ്പോൾ നിലവിലുള്ളതും ഒരു പ്രശ്നമാണ്. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്, അല്ലെങ്കിൽ UIDAI കുറിച്ചാണ്. സോ ഈ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 6 വന്നിട്ടുണ്ട്. അതായത് ഈ മിസ്സിംഗ് പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ ഈ UIDAIയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എക്സെപ്ഷണൽ കേസുകളിൽ അവരത് റിവീൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഒരു വിധി ഒരു ഹൈക്കോടതി പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത, ഡൽഹി ഹൈക്കോടതി പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആധാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 2009 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബോഡിയാണ്. പിന്നീട് 2016 വന്നിട്ടുള്ള ആധാർ ടാർഗറ്റഡ് ഡെലിവറി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർ സബ്സിഡീസ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ് ആക്ട് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കോമൺലി ആധാർ ആക്ട് എന്ന് പറയുന്ന നിയമം അനുസരിച്ച് ഈ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ അല്ലെങ്കിൽ മീത്തിക്ക് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് വരുന്നതിന് മുമ്പ് ഇത് ബേസിക്കലി പ്ലാനിംഗ് കമ്മീഷൻ, അന്നുണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ഓഫീസായിട്ടാണ് അന്ന് 2009 തൊട്ട് 2014 വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇനി അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആധാർ എൻറോൾമെന്റ്, അതിന്റെ ഒതന്റിക്കേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏജൻസിയാണ് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആധാർ ലൈഫ് സൈക്കിളിന്റെ എല്ലാ സ്റ്റേജസും മാനേജ് ചെയ്യുന്നത് ഇവരാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസീസ് ഡെവലപ്പ് ചെയ്യുക, പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ ആധാർ നമ്പർ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ആധാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒതന്റിക്കേഷൻ പെർഫോം ചെയ്യുക, ഇതിൻ്റെ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ക്രീമി ലെയറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ക്രീമി ലെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള സുപ്രീം കോടതി വേർഡിക്റ്റ് ആണ്. അപ്പോൾ ആ സുപ്രീം കോടതി വേർഡിക്റ്റിനകത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും സബ് ക്ലാസിഫിക്കേഷൻ ഭരണഘടനാ വിധേയമാണ് എന്ന് പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ഇവർക്ക് വേണ്ടിയിട്ട് ഈ ക്രീമി ലെയർ ഫിക്സ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ക്രീമി ലെയർ ഫിക്സ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൺസ് ഈ റിസർവേഷൻ്റെ ബെനിഫിറ്റ് കിട്ടി സോഷ്യലി എക്കണോമിക്കലൊക്കെ വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെയും റിസർവേഷൻ്റെ ആനുകൂല്യം കൊടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്യാനും ഇത് കിട്ടാത്ത ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ക്രീമി ലെയർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രീമി ലെയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 18 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രീമി ലെയറിൻ്റെ ഒരു ചരിത്രം നമ്മൾ തേടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മണ്ഡൽ കമ്മീഷൻ തൊട്ടാണ്. 1970കളുടെ അവസാനത്തിൽ മൊറാർജി ദേശായി ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 340 ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷനെ മൊറാർജി ദേശായി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 340 അനുസരിച്ച് ഇന്ത്യയിലെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് അഥവാ നമ്മൾ OBC എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ ബാക്ക്വേർഡ്നെസ് കുറിച്ച് പഠിക്കാനും അവരുടെ ബാക്ക്വേർഡ്നെസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് മേക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ടൈം ടു ടൈം പ്രസിഡന്റിന് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഇന്ത്യയിൽ 2 പ്രാവശ്യം കമ്മീഷൻസ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് 1953 വന്നിട്ടുള്ള ഒരു കാക്ക കലേക്കർ കമ്മീഷനാണ്. രണ്ടാമത്തത് 1970കളുടെ അവസാനത്തിൽ വന്നിട്ടുള്ള മണ്ഡൽ കമ്മീഷനാണ്.
അപ്പോൾ ഈ മണ്ഡൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിനകത്ത് പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഇന്ത്യയിലെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് അല്ലെങ്കിൽ OBCക്ക് 27% റിസർവേഷൻ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയ്മെന്റുകളിൽ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷൻ വരുന്നത് 1980-ലാണ്. പിന്നീട് വന്നിട്ടുള്ള കോൺഗ്രസ് ഗവൺമെന്റുകൾ, ഇന്ദിരാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെ ഒന്നും ഗവൺമെന്റ് ഈ മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കിയില്ല. പിന്നീട് 1989 വീണ്ടും ജനതാ ഗവൺമെന്റ് തിരിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം 1990 VP സിംഗ് ഗവൺമെന്റ് ആണ് ഈ മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷൻ നടപ്പിലാക്കിക്കൊണ്ട് 27% റിസർവേഷൻ OBCക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് 1990 ഒരു കേസ് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. അതാണ് ഇന്ദിരാ സാവ്നെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, അല്ലെങ്കിൽ ഇന്ദിരാ സാവ്നെ കേസ് എന്നും പോപ്പുലർലി മണ്ഡൽ കേസ് എന്നറിയപ്പെടുന്ന കേസ്. ഈ കേസിന്റെ വിധി സുപ്രീം കോടതി പറയുന്നത് 1992-ലാണ്. സോ ഈ 92 ഇന്ദിരാ സാവ്നെ കേസിന്റെ വിധി പറയുന്ന സമയത്ത് ഈ മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷൻസും അതനുസരിച്ച് OBCക്ക് 27% റിസർവേഷൻ കൊടുത്തതുമായിട്ടുള്ള ഗവൺമെന്റിന്റെ നടപടികളെ സുപ്രീം കോടതി ശരിവെക്കുന്നുണ്ട്. അതായത് OBC കാറ്റഗറി പെടുന്നവർക്ക് 27% റിസർവേഷൻ കൊടുത്തത് ഭരണഘടനാ വിധേയമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, ഈ 27% റിസർവേഷൻ ഈ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് അല്ലെങ്കിൽ OBCക്ക് കൊടുക്കുന്ന സമയത്ത് ആ കാറ്റഗറി പെടുന്ന എല്ലാ ആളുകൾക്കും റിസർവേഷന്റെ ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമില്ല. പകരം ആ OBC കമ്മ്യൂണിറ്റി പെടുന്ന അല്ലെങ്കിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിൽ പെടുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം ഈ റിസർവേഷന്റെ ആനുകൂല്യം കൊടുത്താൽ മതി. അതായത് ഈ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിൽ പെടുന്ന ആളുകളിൽ ഒരു ലൈൻ വരക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വരുമാന പരിധി നിർണ്ണയിക്കണം. ഓക്കെ അതാണ് ക്രീമി ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിധിയുടെ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ, ഈ പരിധിയുടെ മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ ബേസിക്കലി മാർജിനലൈസ്ഡ് അല്ല, അവർ ബേസിക്കലി മെയിൻ സ്ട്രീമിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്, ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് റിസർവേഷന്റെ ആവശ്യമില്ല, അതിന് താഴെയുള്ളവർക്ക് റിസർവേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരിധിനെയാണ് നമ്മൾ ക്രീമി ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രീമി ലെയർ പരിധി എത്രയാണ് അല്ലെങ്കിൽ എന്താണെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇന്ദിരാ സാവ്നെ കേസിന്റെ വിധിക്ക് ശേഷം അല്ലെങ്കിൽ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ 1992 സെൻട്രൽ ഗവൺമെന്റ് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് രാംനന്ദൻ പ്രസാദ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി 1993 റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ക്രീമി ലെയർ ആയിട്ട് പറയുന്നത് ഈ റിസർവേഷന്റെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന അല്ലെങ്കിൽ റിസർവേഷൻ ആനുകൂല്യം ആവശ്യമുള്ള ആളുകളുടെ പാരൻസിന്റെ പൊസിഷൻ, അതായത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ, സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റുകൾ, ഗവൺമെന്റ് എംപ്ലോയ്മെന്റിനകത്തുള്ള ഒരു പെർട്ടിക്കുലർ ലെവലിൽ കൂടുതലുള്ള റാങ്കിലുള്ള ആളുകൾ. അപ്പോൾ ഈ പൊസിഷൻ അത് കൂടാതെ ഒന്നുകിൽ ഈ പൊസിഷനോ അതല്ലെങ്കിൽ ഇവരുടെ പാരൻസിന്റെ വരുമാനമോ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്രീമി ലെയർ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് ഈ പറയുന്ന അവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിലുള്ള പൊസിഷനാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലുള്ള ആൾക്കാർ അത് ക്രീമി ലെയറിന്റെ പുറത്താണ്, അല്ലെങ്കിൽ അവർ ക്രീമി ലെയറിൽ പെടുന്ന ആൾക്കാരാണ്, റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. അതുപോലെ തന്നെ ചില സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റുകൾ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനകത്തും സ്റ്റേറ്റ് ഗവൺമെന്റിനകത്തും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനകത്തും ഒരു സെർട്ടൈൻ റാങ്കിന്റെ മുകളിലുള്ള റാങ്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ മക്കൾ, ഇവർക്കൊന്നും ക്രീമി ലെയറിന്റെ അല്ലെങ്കിൽ ഇവരെല്ലാം തന്നെ ക്രീമി ലെയറിൽ പെടുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ വരുമാന പരിധിയുടെ മുകളിലുള്ള ആൾക്കാരാണ്, ഇവർക്കൊന്നും റിസർവേഷൻ്റെ ആനുകൂല്യം കിട്ടില്ല. ഇതിന്റെ താഴെയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇനി പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ നോക്കുന്നത് ഈ പാരൻസിന്റെ വരുമാനമാണ് അല്ലെങ്കിൽ ഇൻകമാണ്. അപ്പോൾ അത് അന്ന് രാംനന്ദൻ പ്രസാദ് കമ്മിറ്റി റെക്കമെൻഡേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1 ലക്ഷം ആനുവൽ റവന്യൂ ഉണ്ടെങ്കിൽ അതാണ് ക്രീമി ലെയർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാർഷിക വരുമാനം 1 ലക്ഷം ആണെങ്കിൽ ക്രീമി ലെയർ ആണ്. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കേ റിസർവേഷന്റെ OBC കമ്മ്യൂണിറ്റി പെടുന്നവർക്ക് റിസർവേഷന്റെ ആനുകൂല്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വർദ്ധിപ്പിച്ച് അവസാനം ഇപ്പോൾ 2017 ഇത് 8 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഇത് 15 ലക്ഷമായിട്ട് ഉയർത്തണം എന്നാണ്. ഇപ്പോൾ അത് 8 ലക്ഷമാണ് വരുമാന പരിധി. അപ്പോൾ ഈ ക്രീമി ലെയർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ 8 ലക്ഷമോ അതിൽ കൂടുതലോ വാർഷിക വരുമാനം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ, അവർ ക്രീമി ലെയർ ആയിട്ടാണ് കണക്കാക്കുക. ഇതിൻ്റെ താഴെയുള്ള ആളുകൾ നോൺ ക്രീമി ലെയർ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ നോൺ ക്രീമി ലെയറിൽ പെടുന്ന ആളുകൾക്ക് മാത്രമേ OBC കമ്മ്യൂണിറ്റി പെട്ടവർക്ക് റിസർവേഷൻ്റെ ആനുകൂല്യം കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു ക്രീമി ലെയർ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടിയിട്ടും വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ ഈ റീസെന്റ് സുപ്രീം കോടതി ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് യൂറോപ്യൻ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഉർസുല വോൺ ഡെയർ എന്ന് പറയുന്ന നേരത്തെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആയിരുന്ന ആൾ ഇപ്പോൾ റീഇലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കോൺട്രവേഴ്സീസ് യൂറോപ്പിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ
ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയ മിലോണിയുടെ ഒക്കെ പാർട്ടി ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറയുന്നത് 1958 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബോഡിയാണ്. ഇത് ബേസിക്കലി യൂറോപ്യൻ യൂണിയൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആയിട്ട് അറിയപ്പെടുന്നത് യൂറോപ്യൻ കമ്മീഷനാണ്. അതായത് ബേസിക്കലി നമ്മളൊരു രാജ്യത്തിനകത്ത് രാജ്യത്തിൻ്റെ മന്ത്രിസഭ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിന് സമാനമായിട്ടാണ് ഈ യൂറോപ്യൻ കമ്മീഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ പറയുന്ന യൂറോപ്യൻ പാർലമെന്റ് പാസ്സാക്കേണ്ട ലെജിസ്ലേഷൻസ് പ്രപ്പോസ് ചെയ്യുക, അതായത് നിയമങ്ങൾ പ്രപ്പോസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് യൂറോപ്യൻ കമ്മീഷനാണ്. ഇത് കൂടാതെ യൂറോപ്യൻ പാർലമെന്റിന്റെ ഡിസിഷൻസ് നടപ്പിലാക്കുക, അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയന്റെ ഡിസിഷൻസ് നടപ്പിലാക്കുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് യൂറോപ്യൻ കമ്മീഷനാണ്. അതുകൊണ്ടാണ് ഇവരൊരു എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആണെന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഇപ്പം നിലവിൽ യൂറോപ്യൻ യൂണിയൻ ഈ പറയുന്ന യൂറോപ്യൻ കമ്മീഷൻ്റെ ഒരു കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് വീതം ഈ യൂറോപ്യൻ കമ്മീഷൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ ഇവരെ വിളിക്കുക കോളേജ് ഓഫ് കമ്മീഷണേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഓരോ മെമ്പേഴ്സ് വീതം ഓരോ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഈ യൂറോപ്യൻ കമ്മീഷനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ബേസിക്കലി നിലവിൽ യൂറോപ്യൻ യൂണിയനിൽ 28 അംഗരാജ്യങ്ങളാണുള്ളത്. അപ്പോൾ 28 കമ്മീഷണേഴ്സ് ഉണ്ടാവും. ഇവർ ചേരുന്നതാണ് യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ കമ്മീഷന് ഒരു പ്രസിഡന്റ് ഉണ്ടാവും. ഈ പ്രസിഡന്റിനെ ചൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴത്തെ ആ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രസിഡന്റിനെ ചൂസ് ചെയ്യുന്നത് യൂറോപ്യൻ കൗൺസിലാണ്. ഈ 28 മെമ്പേഴ്സിൽ ഒരാളെ പ്രസിഡന്റായിട്ട് നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുക. അപ്പോൾ യൂറോപ്യൻ കൗൺസിൽ ഇത് പ്രപ്പോസ് ചെയ്യും. ആ പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ പാർലമെന്റ് ആണ് ഈ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ കമ്മീഷൻ ഇപ്പോൾ നമ്മൾ ഗവൺമെന്റുകളിൽ ഇപ്പോൾ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രൈം മിനിസ്റ്റർ ഒക്കെ പോലെയാണ്. ഇനി അത് കൂടാതെ മന്ത്രിമാർക്ക് സമാനമായിട്ടുള്ള രീതിയിൽ ഈ കമ്മീഷനകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. നമ്മൾ മിനിസ്ട്രീസ് എന്നൊക്കെ പറയുന്ന പോലെ കുറേ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റുകൾ അറിയപ്പെടുന്നത് ഡയറക്ടറേറ്റ്സ് ജനറൽസ് എന്നുള്ള പേരിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ മിനിസ്ട്രീസിനൊക്കെ സിമിലർ ആണ് ഇത്. അപ്പോൾ ഈ ഡയറക്ടറേറ്റ് ജനറൽസിനെ ഹെഡ് ചെയ്യുന്നത് ഒരു ഡയറക്ടർ ജനറൽ ആയിരിക്കും. ഓക്കെ, ആ ഡയറക്ടർ ജനറൽ നമ്മളൊരു മിനിസ്റ്റർ പോലെയാണെന്ന് മനസ്സിലാക്കുക. സോ ഇതാണ് യൂറോപ്യൻ കമ്മീഷന്റെ കേസ്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ NDMA കുറിച്ചാണ്. സോ അപ്പോൾ ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു വാർത്തയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പാർലമെന്റിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെൻമെന്റ് ബിൽ 2024 എന്ന് പറയുന്നത്. അതനുസരിച്ച് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഒക്കെ അധികാരങ്ങൾ കുറച്ചും കൂടി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 വന്നിട്ടുള്ളത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹയസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണിത്. ഇതിനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കാനുള്ള കാരണം ഇത് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 2006 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർപേഴ്സണ്. അതുകൂടാതെ 9 മെമ്പേഴ്സും ഇതിനകത്തുണ്ടാവും. ഓക്കെ, ആ 9 മെമ്പേഴ്സിനകത്ത് മന്ത്രിമാരും ഉണ്ടാവും. അപ്പോൾ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ് ഇതിന്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുക. ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് വളരെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസും ഉണ്ടാവും. അതിനെ ഹെഡ് ചെയ്യുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഓക്കെ, ഇനി ഇവരുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ് അതോറിറ്റീസ് തയ്യാറാക്കുന്ന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ് ഉണ്ടാവും. ഓക്കെ, അതിന് ഗൈഡ് ലൈൻസ് കൊടുക്കുക, അതിനുള്ള ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ തയ്യാറാക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാവും. ഈ നാഷണൽ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന പ്ലാനുകൾ ഉണ്ടാവും. ആ പ്ലാനുകളെ അപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസിനെ കോർഡിനേറ്റ് ചെയ്യുക.
ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് മറ്റൊരു ഫങ്ഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ, അതായത് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മേജർ ഡിസാസ്റ്റേഴ്സ് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുണ്ടാവും, ആ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള പോളിസീസും ഗൈഡ് ലൈൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.